കരയുകയാണ്. അതിന്റെ കർമ്മങ്ങൾക്കായി തയ്യാറാക്കുകയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും അവന്റെ കരച്ചിലാണ് ഇപ്പോൾ എന്റെ കൺമുന്നിൽ കാണുന്നത്. അവനെ സംബന്ധിച്ച് ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. ഇത്രനാളും അവന്റെ വീട്ടിലിറങ്ങി അച്ഛനും അമ്മയും അച്ഛന്റെ സഹോദരിമാരും മാത്രമുള്ള ഈ വീട് അവൻ ഇന്ന് നോക്കുമ്പോൾ ഇവിടെ മുഴുവൻ ആളുകളാണ്. ഈ പരിസരം മൊത്തം ആളുകളാണ്. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് അങ്ങനെയാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ആ കുഞ്ഞിന് അറിയില്ല. എന്നാൽ പോലും അവന്റെ കരച്ചിലൊന്ന് മാറ്റാനായിരിക്കാം വീട്ടിൽ ഒരാൾ അവനെ കുഞ്ഞിനെ കുളിപ്പിച്ച് ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾക്ക് തയ്യാറാക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ പൊതുദർശനം ഏറെക്കുറെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നുവെന്ന് പറയാം നമുക്ക് ഈ ഘട്ടത്തിൽ. അർജുന്റെ മൃതദേഹം അത് ചിതയിലേക്ക് എടുത്തു. അർജുന്റെ അവസാന നിമിഷങ്ങളാണ് നമ്മൾ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അർജുൻ ഓർമ്മയാവുകയാണ്. ആ ഓർമ്മയിൽ എല്ലാ കാലത്തും അർജുനെ നമുക്ക് നിലനിർത്താം. അർജുൻ എന്ന സ്നേഹം, അർജുൻ നമ്മൾ നൽകിയ സ്നേഹം അതെല്ലാ കാലത്തും വലിയ മാതൃകയായി, വലിയ ഉദാഹരണമായി ലോകം ഉറ്റുനോക്കട്ടെ. മലയാളം ഒന്നായി, നമുക്കൊന്നായി ചേർന്ന് നിന്ന് അർജുന് നിത്യശാന്തി, അവസാന യാത്രാമൊഴി നൽകാം. അർജുൻ്റെ അന്ത്യകർമ്മങ്ങൾ അർജുൻ്റെ വീട്ടുമുറ്റത്ത് പുരോഗമിക്കുകയാണ്. അർജുൻ എന്ന പ്രിയ സഹോദരൻ കഴിഞ്ഞ 75 ദിവസമായി നമുക്ക് മുന്നിൽ, നമ്മുടെ ഓർമ്മകളിൽ, നമ്മുടെ ചിന്തകളിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിന്നിരുന്നുവെങ്കിൽ അർജുൻ ഇനി ഒരു പിടി ചാരമാകും. ആ കുടുംബത്തിന്, ആ പിഞ്ചു കുഞ്ഞിന് ഒക്കെ അർജുൻ ഈ സ്നേഹം കൊണ്ടെന്നും കരുത്തായി നിൽക്കട്ടെ. അർജുന് നമ്മൾ നൽകുന്ന കരുത്ത്, അർജുൻ്റെ കുടുംബത്തിന് നമ്മൾ നൽകുന്ന സ്നേഹം അതായിരിക്കട്ടെ എല്ലാ കാലത്തുമുള്ള ഊർജം. അവൻ പഠിച്ച് മിടുക്കനായി വലിയ ഉയരങ്ങളിലെത്തുമ്പോഴും നമുക്ക് ചേർത്ത് നിർത്താം ആ കുടുംബത്തെ ഒന്നാകെ. ആ കുടുംബത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും നമുക്കും പങ്കുചേരാം. അർജുന മൃതദേഹം ഇപ്പോൾ ആ ചിതയിലേക്ക് എത്തിച്ചിരിക്കുന്ന. അവസാനം കർമ്മങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. മതാചാരപ്രകാരമുള്ള കർമ്മങ്ങൾ അത് പുരോഗമിക്കുന്നു. അർജുൻ്റെ സഹോദരങ്ങൾ, അർജുൻ്റെ കുഞ്ഞ് എല്ലാവരുമുണ്ട്. എല്ലാവരും അർജുന് അവസാനമായിട്ടുള്ള കർമ്മങ്ങൾ അത് ചെയ്യുകയാണ്. എത്രത്തോളം സ്നേഹത്തോടെ, എത്രത്തോളം കണ്ണീരോടുകൂടി ഒരു സാധാരണക്കാരൻ ഈ മലയാളത്തിൽ നിന്ന് വിയോഗം വഴി മാറിപ്പോയിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇനിയും ഇത്തരം കാഴ്ചകൾ, ഇത്തരം അനുഭവങ്ങൾ നമുക്കുണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കാം. ഇത്രമാത്രം എങ്ങനെ കണ്ടു നിൽക്കാൻ കഴിയും ഈ കാഴ്ചകൾ? എങ്ങനെ വിവരിക്കാൻ കഴിയും ഈ ദൃശ്യങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. അർജുൻ്റെ ഇളയ സഹോദരി, അർജുൻ്റെ സഹോദരി, ഭർത്താവ്, അവരെല്ലാം അർജുൻ്റെ മൃതദേഹത്തിന് അരികിലുണ്ട്.